ഇന്ത്യ പാക് അതിർത്തിയിൽ യുദ്ധസമാനമായ സാഹചര്യമാണ്. ഏത് നിമിഷവും എന്തും സംഭവിക്കാമെന്ന സ്ഥിതി. ഏപ്രിൽ 22 കശ്മീരിലെ പഹൽഗാമിലെ ആ താഴ്വരയിൽ ജീവിതം ആസ്വദിക്കാൻ എത്തിയ 26 നിരപരാധികളെയാണ് പാകിസ്ഥാനി ഭീകരർ വെടിവെച്ച് കൊലപ്പെടുത്തിയത്. ആ ചോരയ്ക്കുള്ള കണക്ക് തീർക്കാനുള്ള കാത്തിരിപ്പിലാണ് രാജ്യം. തീർച്ചയായും ഇപ്പോഴേ പാകിസ്ഥാൻ പരിഭ്രമിച്ച് ഓടി അലയുകയാണ്. ഇന്ത്യ ഇതാ ഞങ്ങളെ തിരിച്ചടിക്കാൻ വരുന്നേ എന്ന വിലാപമാണ് കേൾക്കുന്നത്. അതിനുള്ള കാരണം നമ്മുടെ സൈനിക ശക്തിയിലുള്ള അവരുടെ പേടിയാണ്. ലോകത്തിലെ ഏറ്റവും മികച്ച സൈനിക ശക്തികളിൽ ഒന്നായി നിൽക്കുന്ന ഇന്ത്യയെ സംബന്ധിച്ച് പാകിസ്ഥാൻ ഒന്നുമല്ല എന്ന തിരിച്ചറിവ് അവർക്കുണ്ട്. എങ്ങനെയാണ് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സൈനിക കരുത്തിലെ വ്യത്യാസമെന്ന് വേഗത്തിൽ നോക്കാം. ലോകത്തിലെ ഏറ്റവും മികച്ച സൈനിക ശക്തികളിൽ 4ാം സ്ഥാനത്താണ് നമ്മുടെ രാജ്യം നിൽക്കുന്നത്. അതായത് അമേരിക്കയും റഷ്യയും ചൈനയും കഴിഞ്ഞാൽ 4ാം സ്ഥാനത്ത് സൈനിക കരുത്തിൽ നിൽക്കുന്ന രാജ്യം അനുനിമിഷം അനുദിനം അതിന്റെ കരുത്ത് വർദ്ധിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു. പാകിസ്ഥാൻ നിൽക്കുന്നത് 12ാം സ്ഥാനത്താണ്. ഇനി സജീവമായി സേനയിലുള്ള ആൾബലത്തെക്കുറിച്ചാണ്. സജീവ സൈനികരുടെ എണ്ണം 14,55,440 പാകിസ്ഥാനിൽ അത് 6,54,000 നമ്മുടെ പാരാമിലിറ്ററി ഫോഴ്സിന് കൂടി ചേർന്നാൽ ഈ എണ്ണം അതിലേറെ വലുതായി മാറുകയും ചെയ്യും. യുദ്ധവിമാനങ്ങളുടെ എണ്ണം എടുക്കാം. 2229 യുദ്ധവിമാനങ്ങളാണ്. അത് ട്രാൻസ്പോർട്ട് എയർക്രാഫ്റ്റുകൾ അടക്കം ഇന്ത്യയുടെ കൈവശമുള്ളത്. പാകിസ്ഥാൻ അത് 1390 ഇനി പോർ വിമാനങ്ങളുടെ കണക്കെടുക്കാം. സുഖോയും റഫാലും അടങ്ങുന്ന വലിയ നിര നമുക്കുണ്ട്. 513 പോർ വിമാനങ്ങൾ. പാകിസ്ഥാന്റെ കൈവശം 328 പോർ വിമാനങ്ങൾ മാത്രമാണ്. ഇനി ഹെലികോപ്റ്ററുകൾ നോക്കാം. 899 ഹെലികോപ്റ്ററുകളാണ് നമ്മുടെ സേനകളുടെ കൈവശമുള്ളത്. പാകിസ്ഥാനിൽ അത് 373 അറ്റാക്ക് ഹെലികോപ്റ്ററുകൾ പ്രചണ്ഡും രുദ്രയും അടങ്ങുന്ന ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ചതടക്കമുള്ള അറ്റാക്ക് ഹെലികോപ്റ്ററുകളുടെ എണ്ണം 80 പാകിസ്ഥാന്റെ കൈവശം 57 അതിന്റെ എണ്ണവും വരും നാളുകളിൽ ഇനിയും വർദ്ധിക്കാനിരിക്കുന്നു. ഇനി ടാങ്കുകൾ, കരസേനയുടെ ശക്തി എങ്ങനെ നോക്കാം. ടാങ്കുകൾ 4201 പാകിസ്ഥാന്റെ കൈവശം 2627 മുൻപുള്ള യുദ്ധങ്ങളിൽ പാകിസ്ഥാൻ ടാങ്കുകളെ നമ്മൾ പേടിപ്പിച്ചോടിപ്പിച്ച ദൃശ്യങ്ങൾ ഇന്നും, അല്ലെങ്കിൽ അതിന്റെ ചിത്രങ്ങൾ ഇന്നും ലോകത്തിന് മുന്നിലുണ്ട്. പാകിസ്ഥാൻ ടാങ്കുകൾ പരിഭ്രമിച്ച് ചിത്രം വരച്ചത്, മരുഭൂമിയിൽ ചിത്രം വരച്ചത്, അത് പാകിസ്ഥാൻ ഒരിക്കലും മറക്കാത്തതാണ്. ഇനി യുദ്ധ വാഹനങ്ങൾ, അത് വിവിധ തരത്തിൽ വിവിധ വിഭാഗത്തിലുള്ള വാഹനങ്ങളുടെ എണ്ണം 1,48,594 നമ്മുടെ കൈവശമെങ്കിൽ പാകിസ്ഥാന്റെ ഭാഗത്തത് 17,516 മാത്രമാണ്. ഇനി നമുക്ക് കടലിലെ നമ്മുടെ കരുത്ത് എങ്ങനെ നോക്കാം. വിമാനവാഹിനി കപ്പലുകൾ INS വിക്രാന്തും INS വിക്രമാദിത്യയും, അങ്ങനെ 2 വിമാനവാഹിനി കപ്പലുകളാണ്. വിക്രാന്ത് നമുക്കറിയാം, നമ്മുടെ കൊച്ചിയിൽ ഉണ്ടാക്കിയ തദ്ദേശമായി നിർമ്മിച്ച വമ്പൻ കപ്പലാണ്. പാകിസ്ഥാന്റെ കൈവശം അത്തരത്തിൽ ഒന്നും അവശേഷിക്കുന്നില്ല. ഇനി സബ്മറൈനുകൾ, അന്തർവാഹിനികളുടെ എണ്ണത്തിൽ നമ്മൾ 18 നമ്മുടെ എണ്ണമെങ്കിൽ പാകിസ്ഥാന്റെ ഭാഗത്ത് 8 അന്തർവാഹിനികൾ മാത്രമാണ്. ഇനി ഡിസ്ട്രോയേഴ്സിന്റെ എണ്ണം, ഏത് ശത്രുവിനെയും കടലിൽ തച്ച് തകർക്കാൻ കഴിയുന്ന ഡിസ്ട്രോയേഴ്സ് 13 നമ്മുടെ കൈവശം. പാകിസ്ഥാന്റെ ഭാഗത്ത് അത്തരത്തിലുള്ള കപ്പലുകളില്ല. പിന്നെ ഫ്രിഗേറ്റ്സും കൊവെറ്റ്സും അടക്കം വിവിധ കോമ്പാക്ട് വെസൽസ്, പെട്രോളിംഗ് വെസൽസ് ഒക്കെ അടക്കം ഏകദേശം 295 വെസൽസ് ആണ് ഇന്ത്യൻ നാവികസേനയുടെ കൈവശമുള്ളത്. അങ്ങനെ സകല മേഖലയിലും, കരസേനയിലാകട്ടെ, വ്യോമസേനയിലാകട്ടെ, നാവികസേനയിലാകട്ടെ, ആകാശത്തും കരയിലും വെള്ളത്തിലും പാകിസ്ഥാനെ വിറപ്പിക്കാൻ, പാകിസ്ഥാൻ ഒരു ഇഞ്ച് പോലും മുന്നോട്ട് കയറാൻ കഴിയാത്ത അത്ര കരുത്തിലാണ് നമ്മുടെ സേന നിൽക്കുന്നത്, നമ്മുടെ രാജ്യം നിൽക്കുന്നത്. അതുകൊണ്ട് പാകിസ്ഥാൻ ഒന്ന് മടിക്കുക തന്നെ ചെയ്യും.